ഹായ് ഓൾ, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കണേണ്. അപ്പോൾ അതിൽ ഒരു ഫിഷ് ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ മീൻ എന്ന് പറഞ്ഞാൽ പല്ലിമീനാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ പല്ലിമീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പം. അമ്മയാണ് മീൻ ക്ലീൻ ചെയ്യണത്. പല്ലിമീനിൻ്റെ ചെതുമ്പലൊക്കെയാണ് നമ്മളിപ്പോൾ ആദ്യം കളയണത്. അപ്പോൾ ഈ ചെതുമ്പലൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞ് മീൻ വെട്ടി അതിൻ്റെ തലഭാഗത്തായിട്ടൊരു കല്ല് പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കളയണം. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകണുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് മീനിൻ്റെ ഇതൊക്കെ വെട്ടുവാണ്. വാലും പിന്നെ സൈഡിലുള്ള ചിറകൊക്കെ വെട്ടി തലയും അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണേണ്. അപ്പോൾ മീൻ വെട്ടൽ പ്രോസസ്സ് ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതേ മീനൊക്കെ വെട്ടി അതിൻ്റെ തലഭാഗം ഫുള്ളായിട്ട് കളഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അവിടെ ഒരു കല്ലുണ്ട്. അപ്പോൾ തലഭാഗം നമ്മൾ ഈ മീനിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ കളയും. അപ്പോൾ ആ മീൻ അതവിടെ ക്ലീൻ ചെയ്ത് ഇനി ഈ ചട്ടിയിലേക്കാണ് നമ്മൾ മീൻ ക്ലീൻ ചെയ്തിട്ട് ഇടാൻ പോണത്. അപ്പോൾ മീൻ കഴുകി അതിലേക്ക് ഇട്ടു. ഇനി എല്ലാ മീനും ഇതുപോലെ ഇങ്ങനെ ചെതുമ്പൽ കളയണം. ഫസ്റ്റ് ഇങ്ങനെ ഉരച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന് ചെതുമ്പൽ പോകും. ഒരുപാട് ചെതുമ്പലൊന്നും ഉള്ള മീനല്ല ഇത്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒരു തവണ ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് പോയിക്കോളും. കണ്ട എല്ലാം നല്ല ക്ലീനായിട്ട് പോയി. ഇനി അമ്മ എല്ലാം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉപ്പിട്ടിട്ട് അതൊന്ന് വാഷ് ചെയ്യാൻ പോണേണ്. അപ്പോൾ ഉപ്പ് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അമ്മ ഉപ്പിട്ടിട്ടൊന്ന് കഴുകണേണ്. അപ്പോൾ നന്നായിട്ട് കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇനി ഇൻ കേസ് എന്തെങ്കിലും ചെതുമ്പലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും ഉപ്പിട്ട് കഴുകുമ്പോൾ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകിയാൽ മതി. ഇപ്പോൾ ഒരുവിധം ഫിഷ് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി വേണമെങ്കിൽ ആ കത്തിയും കൊണ്ട് ഒന്നും കൂടി ജസ്റ്റ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് കളയാം. ഇപ്പോൾ ഒന്നും കൂടി കഴുകണേണ്. സെക്കൻഡ് ട്രിപ്പ് കഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. സെക്കൻഡ് ട്രിപ്പ് കഴുകി കഴിഞ്ഞിട്ടേ നമുക്ക് വേണമെങ്കിൽ കത്തിയും കൊണ്ട് ഇനി ചെതുമ്പൽ ഒന്നും ഉണ്ടാവില്ല. അത് ഒരുപാട് ചെതുമ്പലുള്ളതല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കത്തിയും കൊണ്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്യാം. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഉരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും. പല്ലിമീൻ എന്നാണ് കേട്ടോ ഈ മീനിൻ്റെ പേര്. എല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇവിടെ പല്ലിമീൻ എന്നാണ് ഇതിനെ പറയണത്. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ക്ലീൻ ചെയ്ത് എടുക്കണേണ്. അതുകൊണ്ട് നമ്മളിന്ന് മീൻ ഫ്രൈ ആണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ വരയണം. അപ്പോൾ നമ്മളിങ്ങനെ വരഞ്ഞ് കൊടുക്കണേണ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. എല്ലാ മീനിലും ഇങ്ങനെ വര ഇടണേണ്. അപ്പോൾ ഉപ്പും മുളകും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത്. മീനിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയിട്ട് കൊടുക്കണം. ഇങ്ങനെ വരഞ്ഞ് എല്ലാ മീനും ഇങ്ങോട്ട് ഇടണേണ്. ഇപ്പം മീനെല്ലാം വരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാം വരഞ്ഞ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളിനി അതിൻ്റെ മസാല എടുക്കാൻ പോകണം. അപ്പോൾ മെയിനായിട്ട് നമ്മളിടുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ ഇടണുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി മുളക് പൊടി ഇടും നമ്മൾ. മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ്. അത്രയും സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ഇടുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടിയും കൂടി ഇട്ട്
മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി നമുക്ക് എന്തോരം മീനുണ്ടെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ടാൽ മതി. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാനുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ആവശ്യത്തിന് അതും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പും ഇട്ട് ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാവും. പിന്നെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ആ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം മതി, ഒരുപാട് ലൂസായി പോകണ്ട. അപ്പോൾ ജസ്റ്റ് ഒരു തിക്കായിട്ടുള്ളൊരു ഇതായിട്ട് വേണം. അപ്പോഴേ നമുക്ക് മീനിൽ പുരട്ടുമ്പോൾ അതിൽ പിടിച്ചിരിക്കുകയുള്ളൂ. വെള്ളം പോലെ ആണെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് പിടിച്ചിരിക്കില്ല. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല നമ്മളിനിയും എല്ലാ മീനിലേക്കും തേച്ച് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാ മീനിലും തേച്ച് പിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ എടുക്കണില്ല. 1-2 എണ്ണം മാത്രം ഇങ്ങനെ പുരട്ടണത് കാണിക്കാം. കണ്ടപ്പോൾ രണ്ടാമത്തെ മീനിൽ നമ്മൾ പുരട്ടി അത് മാറ്റി വെച്ച് എൻ്റെ അടുത്ത മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ ഉള്ളിലേക്കും കുറച്ച് മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിലും മസാലയൊക്കെ പിടിക്കും. അടുത്ത മീനും നമ്മളങ്ങനെ പുരട്ടി കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടേക്കുന്നതാണ് ആ മീൻ. അപ്പോൾ മീൻ കുറച്ച് നേരം അങ്ങനെ പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്യാനിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രിപ്പാണ് ഇട്ടേക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ട്രിപ്പ് നമ്മൾക്കൊന്ന് മറിച്ചിട്ടിട്ട് പിന്നെ അപ്പുറത്തെ സൈഡും കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യെസ്, അപ്പോൾ മറിച്ചിട്ടു. നമ്മൾ കുറച്ച് ഗാർലിക്ക് ക്രഷ് ചെയ്തിട്ട് അത് നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കണം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഗാർലിക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അത് ചുമ്മാ വറുത്ത മീനിലോട്ട് ഇങ്ങനെ വെറുതെ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ സൈഡും കൂടി മൊരിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മളെടുത്ത് സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണതാണ്. യെസ്, അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി. അത്രേ ഉള്ളൂ. ഫിഷ് ഫ്രൈ നമുക്കിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.